ഇൻഷാ അല്ലാഹ് സക്കാത്തിനെ കുറിച്ച്, ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറയാനുണ്ട്. അല്ലാത്ത ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സക്കാത്ത് എന്നുള്ള ആ വിഷയം. നിസ്കാരം എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ളതാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ പിന്നെ ഭരണാധികാരിയായിട്ട് വന്നത് സിദ്ദീഖ് തങ്ങളാണ്. ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ പല ആളുകൾ സക്കാത്ത് കൊടുക്കാൻ സക്കാത്തിന്റെ കാര്യങ്ങളിൽ റസൂലുള്ളാഹി പോയില്ലേ. അവിടുത്തെ അയാളുടെ കാലത്ത് മാത്രമേ സക്കാത്തുള്ളൂ, ഇനി സക്കാത്ത് വേണ്ടെന്ന് തീരുമാനിച്ചപ്പോ മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോട് ശക്തമായി എതിർത്തു. നിസ്കാരം എങ്ങനെയാണോ അതേപോലെ സക്കാത്തിനെ കാണണം. അതിനെ എതിർക്കുന്ന ആളുകളെ എന്റെ ഈ വാളുകൊണ്ട് ഞാൻ വെട്ടും, അവരോട് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പഠിപ്പിച്ചതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സക്കാത്ത്. അപ്പൊ അതിന്റെ ചെറിയ ഒരു രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ആദ്യമായി സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ ആരാണ് നമുക്ക് പഠിക്കാം. എന്താണ് സക്കാത്ത്, എത്ര കൊടുക്കേണ്ടത്, ഇതെല്ലാം പഠിക്കാം. ആദ്യമായി ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഇന്നമസ് സദഖാതു ലിൽഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഖതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിബീന വബിനിസ് സബീലി വഫീ സബീലില്ലാഹ്. 7 വിഭാഗം ആളുകളാണ് പരിശുദ്ധ സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ. അപ്പോ എല്ലാ വിഭാഗം ആളുകൾ ഇപ്പോ നമ്മുടെ നാട്ടിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉള്ളത് ഫഖീർ ഒന്ന്, പിന്നെ മിസ്കീനാണ്, പിന്നെ ഗാരിബീനാണ് കടക്കാര്, അതുപോലെ മുഅല്ലഖതി ഖുലൂബുഹും, പിന്നെ പുതിയ ഇസ്ലാമിക പുതിയ ദീനിലേക്ക് കടന്നു വന്ന ആള്, അതുപോലെ വബനി സബീൽ യാത്രക്കാർ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന സക്കാത്തിന്റെ അവകാശികൾ. പിന്നെ 2 അവകാശികളാണ് സക്കാത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലില്ല, അതിനെ കുറിച്ച് പറയാം. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ, അതും ഇന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് 5 വിഭാഗം ആളുകളാണ്. ഫക്കീർ, മിസ്കീന്, കടക്കാര്, അതുപോലെ യാത്രക്കാര്, അതുപോലെ പുതിയ ഇസ്ലാം. 5 വിഭാഗം ആളുകളാണ് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ. പിന്നെ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറയും. അപ്പൊ അതിന് മഹാന്മാരായ ഫഖഹാക്കൾ പറയുന്നത് സക്കാത്ത് കൊടുക്കുന്നത് 3 നിരക്ക് കൊടുക്കുന്ന ഐറ്റമുണ്ട്. 3 നിരക്ക് കൊടുക്കാം. അതിൽ ഏറ്റവും നല്ല പ്രതിഫലമുള്ളത് സ്വന്തം അതിന്റെ ഉടമ അവന്റെ കൈ കൊണ്ട് കൊടുക്കാനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. നമ്മുടെ സ്വത്താണെങ്കിൽ അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് അതിന് വേണ്ടിയിട്ട് ഒരാളെ വക്കാലത്താക്കലാണ്. വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മുതലിന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ ജബ്ബാറാകുന്ന നിന്നെ ഞാൻ വക്കാലത്താക്കി ഏൽപ്പിച്ച് എന്ന് പറയാനാണ്. അങ്ങനെ പറയണം. പറയാതെ എങ്ങനെ ആക്കാലല്ല. ആളെ പേര് പറഞ്ഞിട്ട് എന്റെ മുതൽ, അത് വക്കാലത്ത് ഒരാളെയും ആക്കാം, 2 ആളെയാക്കാം, 3 ആളാക്കാം, 4 ആളാക്കാം, പ്രശ്നമല്ല. വക്കാലത്താക്കുമ്പോ എത്ര ആള് വേണമെങ്കിൽ ആക്കാം. കാരണം പറയാൻ സ്വത്തുണ്ട്, പറയാൻ കൊടുക്കേണ്ടി വരും, ഒരാളെ കൊണ്ട് പറ്റൂല. അപ്പൊ അങ്ങനെ ആകുമ്പോ 4 ആളോ 3 ആളോ അങ്ങനെയാണെങ്കിലും എന്തൊക്കെ ഏൽപ്പിക്കാം. പക്ഷെ അങ്ങനെ ഒരു 5 ആളെ ഒന്നിച്ച് ഏൽപ്പിച്ചാല് അവര് കൊടുക്കുന്ന സമയത്ത് ഈ 5 ആളും കൂടിയിട്ട് ചർച്ച ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല 5 ആള് വേറെ വേറെ ആയിട്ടാണ്. ഇതാ എല്ലാ പൊന്നിന്റെ സക്കാത്ത് നീ കൊടുക്ക്, ഒരാളെ ഏൽപ്പിച്ച്. പിന്നെ ഒരാള് എന്റെ വെള്ളിന്റെ സക്കാത്ത് നീ കൊടുക്ക്, എന്റെ പിന്നെ പൈസന്റെ സക്കാത്ത് നീ കൊടുക്ക്. വേറെ വേറെ ഒരാളെ ഏൽപ്പിച്ചാൽ പിന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാം. കൂട്ടമായിട്ട് ഒരാളെ 5 ആളെയോ 4 ആളെയോ വക്കാലത്താക്കിയാൽ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് അത് കൊടുക്കാൻ പാടുള്ളൂ. 2 മൂന്നാമത്തതാണ് പിന്നെ ഇസ്ലാമിന്റെ ശരീഅത്തുള്ള ഒരു നാട്, ആ നാട്ടിലുള്ള ഇമാമിനെ എന്താക്കാം, സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിയോഗം എന്താക്കാം, ഒരു കൂട്ടം, ഒരു സംഘം ആളുകളെ നിയമിക്കാം. അപ്പോ ഈ സക്കാത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിൽ ഇമാമിന് അർഹതപ്പെട്ടത് നമ്മുടെ കിതാബിൽ കാണുന്നത് അംവാലും വാഹിറ, പ്രത്യക്ഷമായി കാണുന്ന സ്വത്തുകൾ. അതായത് അറബി നാട്ടിലെ 2 ഒട്ടകങ്ങൾ, അതുപോലെ പശുക്കൾ, ആടുകൾ, ഇനല്ല സക്കാത്തുണ്ട്. അതുപോലെ ഈത്തപ്പഴം, കാരക്ക, മുന്തിരി. നമ്മുടെ നാട്ടിലെല്ലാണെങ്കിൽ പ്രത്യക്ഷമായി കാണുന്ന വേറെ എന്താണ്, നെല്ല്, ഗോതമ്പം, അതായത് ധാന്യങ്ങൾ, വിത്തുവകകൾ,
ഇത് ഈ പ്രത്യക്ഷമായി കാണുന്ന സ്വത്തുകളിൽ ഇമാമിനെന്താക്കാം, ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് എന്താക്കാം, സക്കാത്തിന്റെ സ്വത്ത് പിരിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ അവകാശികൾക്ക് ഓഹരി വെച്ച് കൊടുക്കാം. പ്രത്യക്ഷമായ സ്വത്തുകൾ. പ്രത്യക്ഷ അല്ലാത്ത സ്വത്താണ് പൊന്നി, പൈസ, അതുപോലെ പിന്നെ വെള്ളി. ഇതെല്ലാം ഇങ്ങനെ ബജാറിൽ വെക്കുന്നതല്ല, കാപ്പാട്ടിൽ വെക്കുന്നതാണ്. ആർക്കും കാണല. ഇമാമിനറിയാലോ ഓനെ എത്ര ഉണ്ട്, മറ്റുള്ള ആളുകൾ. അപ്പൊ ഇത് പ്രത്യക്ഷ അല്ലാത്തതാണ്. അപ്പൊ പ്രത്യക്ഷ അല്ലാത്തതല്ല, പ്രത്യക്ഷമായ സ്വത്താണെങ്കിൽ അതിൽ ഇസ്ലാമിന്റെ ശരീഅത്തുള്ള നാട്ടിലെ അത് നടക്കുള്ളൂ. നമ്മുടെ നാട്ടിന് പറ്റൂല. നമ്മളത് ഇസ്ലാമിന്റെ ശരീഅത്തുള്ള നടപ്പിലായ നാടൊന്നും അല്ല. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സക്കാത്ത് പിരിക്കാന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അത് പറ്റില്ല, തീരെ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു അവകാശികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. ഓക്കെ. പിന്നെ യാത്രക്കാർക്ക് കൊടുക്കാം. ഒരാളിപ്പോ ഉംറക്ക് വേണ്ടിട്ട് പുറപ്പെട്ട് നോക്കുമ്പോ പെട്ടെന്നായിട്ട് അയാളുടെ പൈസ ആരെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടുപോയി. അത് ആകെ വേജാറായി. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് വേജാറിരിക്കുമ്പോ നമ്മുടെ സക്കാത്തിന്റെ പൈസ എന്താക്കാം, അയാൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു നാട്ടിലേക്ക് യാത്ര പോകുന്ന ആളാണ്. യാത്രന്റെ ഇടയിൽ പ്രയാസം വന്ന് ഭക്ഷണം ഇല്ലാതെയായി, അല്ലെങ്കിൽ പൈസ ഇല്ലാതെയായി. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ആ യാത്രക്കാർക്ക് എന്താക്കാം, നമ്മുടെ സക്കാത്തിന്റെ അവകാശം അവർക്ക് കൊടുക്കാം. ഏതായാലും നമ്മുടെ നാട്ടിൽ ഈ അഞ്ചാറല്ലാതെ വേറെ ഒരു അവകാശികളില്ല. ഒരാൾ ചോദിക്കുന്നുണ്ട്, സാറേ എന്തീ മക്ക കൊടുക്കാൻ പറ്റുമോ? ഒരാൾ ചോദിക്കുന്നുണ്ട്, ഓനെ പുര കെട്ടുന്ന സാറേ ഓന് കൊടുക്കാൻ പറ്റുമോ? അല്ല സാറേ നമ്മുടെ നാട്ടിൽ മദ്രസന്റെ പണിയാന്ന്, മദ്രസക്ക് സക്കാത്തിന് പൈസ കൊടുക്കാൻ പറ്റുമോ? പള്ളി നമ്മുടെ പള്ളിക്ക് ബന്ധിരിക്കുന്നുണ്ടല്ല, പള്ളിക്ക് നമ്മൾ സക്കാത്തിന് പൈസ കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. യതീം എന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. പുര കെട്ടുന്ന എന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കാനുണ്ട്, ഈ യതീമായ മനുഷ്യൻ ഇയാള് ഫക്കീറാണോ, ഫക്കീറിന്റെ ലിസ്റ്റിൽ പെടുവോ, മിസ്കീന്റെ ലിസ്റ്റിൽ പെടുവോ? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിൽ പെടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അയാൾക്ക് കൊടുക്കാം. പുര കെട്ടാൻ എന്ന നിയത്തിലല്ല, മുള കെട്ടിച്ചു കൊടുക്കാനുണ്ട് എന്ന നിയത്തിലല്ല. പിന്നെ അയാൾ ഏത് ഐറ്റമിൽ പെടും നമ്മൾ നോക്കാം. ഉസ്താദിന്റെ ഓർമ്മങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം, ഉസ്താദ് ഏത് ഐറ്റമിൽ പെടും, മിസ്കീനിൽ പെടും. ഓളവങ്ങത്തിന് ആദ്യമല്ല, ഉസ്താദ് ഒരു മിസ്കീനായ മനുഷ്യരാണ്, ഫക്കീറായ മനുഷ്യരാണ്. ഇന്നത്തെ മിക്കവാറും ഉസ്താദ്മാരൊക്കെ മിസ്കീന്മാരാണ്. ഒരാൾ ഫക്കീർമാരായ കാര്യമാന്യമാണെങ്കിൽ ഫക്കീർ എന്ന് പറയും, അല്ലെ? ബഹുമാന്യമാണെങ്കിൽ ഫക്കീർ എന്ന് പറയും. കാരണം എന്തൊരു മാസ്റ്റർ അതിനൊന്നുമില്ല. വെറും ഈ മദ്രസയിൽ മാസത്തിൽ ഒരു 10,000 രൂപന്റെ 70,000 രൂപ എന്ത് ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു 1000 രൂപ ചെലവുണ്ട്, 500 കിട്ടുന്ന ആളാണ് ഫക്കീർ. 1000 രൂപ ചെലവുണ്ട്. ഇപ്പൊ 1000 രൂപ എന്നല്ലേ മിനിമം ഒരു ദിവസത്തിന്റെ ചെലവ്. നമ്മുടെ മീന്, നമ്മുടെ പാല്, പിന്നെ നമ്മള് അത് ഇത് നല്ലതായിട്ടാകുമ്പോ എന്തിനെങ്കിലും 750 രൂപ ഉറപ്പാണ്. പറ്റാതെ അതില്ലെങ്കിൽ നമ്മുടെ കുടുംബം പോറ്റാൻ പറ്റണം. അപ്പൊ ഫക്കീറായി 1000 രൂപ ചെലവുണ്ട്, 500 രൂപ കിട്ടുന്നു ഫക്കീറാണ്. അത് 1000 രൂപ ചെലവുണ്ട്, 1000 രൂപ കിട്ടുന്നത് മിസ്കീനാണ്. എന്നും എന്തില്ല, സേവിംഗ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കാണ് എന്താ പറയുന്നത്, മിസ്കീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കാം, ഓളെ കെട്ടിച്ചു കൊടുക്കാനായി ഒരാൾ വന്ന്, അപ്പൊ മിസ്കീൻ എന്ന രൂപത്തിൽ കൊടുക്കാം. ഓരന്റെ കാര്യം മിസ്കീൻ എന്ന രൂപത്തിൽ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ തന്നെ. അപ്പൊ എന്റെ സക്കാത്ത് എന്റെ ഉപ്പ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉപ്പാന്റെ സക്കാത്ത് മോനെ കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും നല്ലത് കുടുംബത്തിലുള്ള, അടുത്ത കുടുംബത്തിലുള്ള ആളുകളിലുള്ള ഫക്കീറന്മാരും മിസ്കീന്മാരും തെരഞ്ഞു വിളിച്ചു കൊടുക്കലാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ കൊടുക്കാം. സക്കാത്തിന് കണക്കുണ്ട്. നമ്മുടെ നാടാണ് ആദ്യം. നമ്മുടെ നാട് അത് കൈ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത നാട്, പിന്നെ ദൂരത്തെ നാട്. ആദ്യം നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുതലാളിമാരും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ പാവങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിന്റെ എത്ര നല്ലൊരു ആദർശമാണ്. നമ്മൾ ഈ സക്കാത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഓരോ മുതലാളിമാരുടെ കച്ചവടത്തിലും പാവപ്പെട്ടവന്റെ ഷെയറുണ്ട് എന്നതാണ്. നാട്ടിലുള്ള പാവങ്ങളുടെ ഒരു ഓഹരി നിന്റെ കച്ചവടത്തിൽ ഉണ്ട് എന്നതാണ്. അത് കൊല്ലാകുമ്പോ നീ കണക്കാക്കി കൊടുക്കണോ അതിന്റെ അവകാശികൾക്ക്? ഷെയർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം നിന്റെ കയ്യിൽ തന്നിട്ട് ലാഭം കൊടുക്കല് മാത്രമല്ല, നിന്റെ കയ്യിൽ തന്ന സ്വത്തിന് ഒരു ഭാഗം പാവപ്പെട്ടവന്റേതാണ്, മിസ്കീന്മാരുടേതാണ്. അത് കൊല്ലമാകുമ്പോ നീ കണക്കാക്കിയിട്ട് അതിന്റെ ആ ഓഹരി നിന്റെ പാർട്ട്ണറായ ഫക്കീറിന് കൊടുക്കണോ, മിസ്കീന് കൊടുക്കണോ? കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര വലിയ ഭാരമായി വരും.
ഹബീബ് ഖുർആൻ പറഞ്ഞെന്താ? നിന്റെ സമ്പത്തുകൾ മുഴുവനും നാളെ അള്ളാഹു നിന്റെ കഴുത്തിൽ ഒരു മാലയായിട്ടിട്ട് അത് നീ ചുമക്കുമ്പോ കൊണ്ടുപോയിട്ട് വരും. നമ്മുടെ കച്ചവടം, നമ്മളെ പൊന്നി, നമ്മളെ കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ഉപ്പാക്ക് കൊടുക്കാൻ പറ്റുമോ, മകന് കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. അപ്പോ എന്റെ മോന് ഞാൻ ചെലവ് കൊടുക്കുന്ന മോനല്ലെങ്കിൽ മോന് പ്രായപൂർത്തിയായി മംഗലം കഴിച്ച് ഓന് പേരന്റെ പതി കെട്ടിയിട്ട് ഓന്റെ ഭാര്യ മക്കളെ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഞാൻ ചെലവ് കൊടുക്കുന്നതല്ല, ഓന് അവന്റെ സ്വന്തമായിട്ട് ചെലവ് നോക്കുന്ന മോനാണെങ്കിൽ ആ മോന് ഫക്കീറാണെങ്കിൽ എന്റെ സക്കാത്ത് മോന് കൊടുക്കാം. ആ മോന് മിസ്കീനാണെങ്കിൽ ഉപ്പാന്റെ സക്കാത്ത് മോന് കൊടുക്കാം. എന്താ കണ്ടീഷൻ? ഞാൻ ചെലവ് കൊടുക്കുന്ന മോനായിക്കൂടാ എന്നേ ഉള്ളൂ. അതേപോലെയാണ് ഉപ്പ. എന്റെ ഉപ്പാക്ക് ഞാൻ ചെലവ് നോക്കുന്നതല്ല, ഉപ്പാന്റെ സ്വന്തമായിട്ട് നോക്കുന്നത്. അതിന് വേറെ മക്കള് ഉപ്പാന്റെ ചെലവ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഉപ്പ ഫക്കീറാണെങ്കിൽ എന്റെ സക്കാത്ത് ഉപ്പ കൊടുക്കാൻ പറ്റും. എന്റെ സക്കാത്ത് എന്റെ ഉപ്പാക്ക് കൊടുക്കാൻ പറ്റും, ഉമ്മാക്ക് കൊടുക്കാൻ പറ്റും. ഉപ്പ മിസ്കീനത്താണോ ഉമ്മ ഫക്കീറത്താണോ കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ദൂരം നോക്കിട്ട് പോണ്ട. നമ്മുടെ അടുത്ത് ഖുർആൻ പറഞ്ഞാണ് അടുത്ത കുടുംബം. കുടുംബം പറയണ്ടാവും. അടുത്ത ഒരു ചോരന്റെ വീട്ടിലുള്ള കുടുംബമുണ്ട്, അതാണ് അടുത്തത്. അപ്പൊ അതിന് പാവപ്പെട്ടവനോ അല്ലെങ്കിൽ മിസ്കീനത്തോ അല്ലെങ്കിൽ ഫക്കീറത്തോ ആയ ആളുകളുണ്ടെങ്കിൽ എന്റെ പെങ്ങള് കഷ്ടപ്പെടുന്ന പെങ്ങളാണ്. എന്റെ ഞാനല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാരുടെ അവർ ചിലവരെ അടിയെ നോക്കുന്നത് അവർ ബന്ധമില്ലാത്ത കുടുംബമാണ്. അപ്പൊ അവർക്ക് കൊടുക്കാം. ഏതായാലും പറഞ്ഞു വന്നത് സക്കാത്തിന് നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ട ആളുകൾ 5 വിഭാഗം ആളുകളാണ്. ഫക്കീറത്താണ്, ഫക്കീര്, മിസ്കീന്, അതുപോലെ കടക്കാർക്ക് സക്കാത്ത് കൊടുക്കുക. കടക്കാരെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് കുറെ കടണ്ട് ഒരു 10-30 ലക്ഷം കടണ്ട്. പക്ഷേ കുറെ സ്വത്തുണ്ട്. എന്റെ സ്വന്തം വീടിന് ഒറ്റ നിൽക്കുന്ന കുറച്ച് സ്ഥലം അതല്ല, അത് വിറ്റ് കൊടുക്കണമെന്നല്ല. അല്ലാതെ വേറെ വിറ്റ് കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. എന്നാൽ ഞാൻ ആ കടക്കാരന്റെ ലിസ്റ്റിൽ പെടൂല. പിന്നെ ഞാൻ ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് ഒരാളിങ്ങനെ സക്കാത്ത് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്റെ വീടിന്റെ കാര്യം ഭയങ്കര പോക്ക് തന്നെയാണ്. റമദാന്റെ ചെലവന്റെ ഭയങ്കര ബുദ്ധിമുട്ട് പോകുന്നത്. പക്ഷേ ഉപ്പാന്റെ ഓഹരിന്റെ സ്ഥലം പറയാനുണ്ട്. എന്റെ ഓഹരി ആയിട്ടില്ല, ഡിവൈഡ് ആയിട്ടില്ല, ഓഹരിയായിട്ടില്ല, അങ്ങനെയുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് അത് അവകാശമാണ്. അത് ഓഹരി ആയിട്ടില്ല, നമുക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ നമുക്കുള്ള വീടും അതിന്റെ ചുറ്റുപാടത്തുള്ള 10-15 സെന്റ് സ്ഥലം, അത് പ്രശ്നമല്ല. അത് വിറ്റ് കൊടുക്കണമെന്നല്ല. വേറെ നമ്മളത് സ്വന്തമായിട്ട് വിറ്റ് കൊടുക്കാന് വെള്ളി കണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് വേറെ സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മ ഈ കടക്കാനുള്ള ലിസ്റ്റിൽ പെടൂല, നമുക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റൂല എന്നാണ്. അല്ലെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ അത് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളാണ്. ഏതായാലും ശാസ്ത്ര വ്യക്തമായി പഠിക്കേണ്ടതാണ്. എന്റെ സ്വത്ത് എങ്ങനെയാണ്, പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഹക്ക് മനസ്സിലാക്കാനും അതുപോലെ ഹക്ക് പഠിച്ചതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചിലപ്പോൾ നിസ്കാരം ധാരാളമായി ചെയ്യുന്നു, അതുപോലെ ഒരുപാട് അമലുകൾ ചെയ്യുന്നു. ഇടപാടിന്റെ വിഷയത്തിൽ വളരെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളാണ് നമുക്ക്. സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാത്ത ആളുകളുണ്ട്, അതുപോലെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. പൈസയുടെ കാര്യം എത്തുമ്പോ പടച്ചവനെ നമ്മുടെ ഈമാനിന് അവർ ഉറപ്പ് കിട്ടുന്നില്ല. പടച്ചവനെ നമുക്ക് നീ ഈമാനിതാണല്ലോ, നമുക്ക് നീ ഈമാന് തരണേ നമ്മളെ. മറ്റുള്ളവന്റെ ഒരു ചെറിയ നയാ പൈസ പോലും ഹറാമായത് വാങ്ങിയിട്ട് അത് നമ്മുടെ പള്ളിയിലേക്ക് ഇറക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. നീ കാക്കണേ റഹ്മാനെ. നമ്മുടെ എല്ലാ ബാധ്യതകളും ശരീരത്തിന്റെ ബാധ്യതകൾ മുഴുവനും പൂർത്തിയാക്കിയ രൂപത്തിലുള്ള നല്ല ജീവിതം ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ പല രൂപത്തിൽ ഈ പരിശുദ്ധമായ റമദാനിന്റെ ശേഷം റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി, നോമ്പുതുറക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, സ്നേഹിതന്മാർ. അല്ലാഹ് ഓരോ കർമ്മങ്ങൾ അമലുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ നോമ്പുതുറക്ക് വേണ്ടി സഹായിച്ച ആളുകൾ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിലേക്ക് അതിന്റെ തവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എപ്പോഴും വെള്ളവും കഞ്ഞിവെള്ളവും റബ്ബേ രാത്രി പാതിരാത്രി സമയത്ത് അല്ലാഹ് ചൂടുള്ള നല്ല ഭക്ഷണങ്ങൾ ലഘുപാനീയങ്ങൾ റബ്ബേ നൽകുന്ന ആളുകളുടെ പടച്ചോനെ അവരുടെ കൈകാലുകൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ആ വീട്ടുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അത് കഴിച്ച ഞങ്ങൾക്കും നീ വലിയ സന്തോഷം നൽകണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബേ അതിന് വേണ്ട എല്ലാവിധ
ഹലാലായ സമ്പത്തുകൾ നീ തുറന്നു തരണേ അല്ല. നിനക്ക് പ്രയാസമല്ലല്ലോ റബ്ബ്. എത്ര ആളുകൾ കോടിക്കണക്കിന് പൈസയുള്ള ഒരു പള്ളി ഒരാള് തന്നെ ഉമ്മാന്റെ പേരിൽ നിർമ്മിച്ചു കൊടുക്കുന്നു, ഉപ്പാന്റെ പേരിൽ നിർമ്മിച്ചു കൊടുക്കുന്നു. അതുപോലെ പടച്ചവനെ നമ്മുടെ പള്ളിയുടെ ഭാഗത്തിലേക്കും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ നീ തിരിച്ചാൽ നമ്മുടെ പള്ളിയുടെ കാര്യം റാഹത്തിയാകുമല്ല. നീ സഹായിക്കണേ അല്ല. അങ്ങനെയുള്ള മനസ്സ് നൽകണേ അല്ല. അതിനുള്ള ഹലാലായ സമ്പത്ത് തരണേ റഹ്മാനെ. പടച്ചവനെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ല. പ്രവാസികളായി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവർ ചെയ്യുന്ന ജോലി, ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ, കച്ചവടങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാത്തിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم أنقذني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ ദുആ നിസ്കാരത്തിന്റെ സമയം ലോഹർ നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാന്ന് തോന്നുന്നത്. അവനല്ല, ലോഹിന്റെ ബാങ്ക് വരെ, ലോഹർ നിസ്കരിക്കുന്നവരല്ല, ലോഹിന്റെ ബാങ്ക് വരെ അതിന്റെ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നീണ്ട സമയം. എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.